നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ പോവുകയാണ്. പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കൂടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിയായിരിക്കും സുരേഷ് ഗോപി എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖറും മന്ത്രിയാകും എന്ന് ഒരു അഭ്യൂഹം വരുന്നുണ്ട്. കൃത്യത ഇല്ല. അപ്പം അതെങ്ങനെയാണ് ഇവർ രണ്ടുപേരും മന്ത്രിയാകും? സാധ്യത ഇല്ലാതില്ല. കാരണം വെച്ചാൽ രാജീവ് മന്ത്രിയാകുന്നതിന് മുമ്പേയും പിന്നിൽ നിന്ന് മോഡിക്ക് ഒരു ടീമുണ്ടല്ലോ, ആ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് രാജീവ്. ബിസിനസ്സുകാരനാണ്, എഞ്ചിനീയറാണ്, മൾട്ടി ഫേസറ്റഡാണ്. പിന്നെ അച്ഛൻ മറ്റേ മിലിറ്ററിയിലായിരുന്നു, എഫേഴ്സിനാന്ന് തോന്നുന്നു. അങ്ങനെ മൾട്ടി ഫേസറ്റഡ് ആയ ജീനിയസ് ആണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അയാളെ പറ്റി ഇവിടെ കൂടുതൽ ആളുകൾക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ഫിക്കി, ഇന്ത്യയിലെ വലിയ വ്യവസായികളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അപ്പം മോഡിക്ക് ഇങ്ങനെ ഒരു ഉപദേശം, അവരാണ് ശരിക്കും മോഡി ഉണ്ടാക്കിയെടുക്കുന്നത്, മോഡി നിലനിർത്തുന്നവരാണ്, ഉണ്ടാക്കിയെടുത്ത ആസസാണ് ഇങ്ങനെ മോഡിനെ ഇങ്ങനെ ഭയപ്പെടുന്നതായി നിലനിർത്തുന്നവരാണ്. അപ്പോൾ ആ ടീം പണ്ടേ ഉണ്ടായിരുന്നു രാജീവ്. അപ്പോൾ മന്ത്രിയായതിനു ശേഷം രാജീവിൻ്റെ ചുമതല തന്നെ. രാജീവിനെയും പിന്നെ ഈ പറഞ്ഞ ലാപ്ടോപ്പിനെ ഒരുമിച്ച് പ്രസവിച്ചതെന്നാണ് പറയുന്നത്. ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് രാജീവ് പറയുന്നത്. അങ്ങനെയാണ് രാജീവ് ജയിക്കുമെന്ന് ഞാൻ പറയാനോ കാരണം അതായിരുന്നു. കാരണം ഈ തീരദേശ മേഖലയിൽ പോയി അയാൾ ഫോക്കാസ്റ്റ് ചെയ്തു, ഇന്ന സ്ഥലത്ത് കടലിയോ 2 ആഴ്ച കഴിഞ്ഞാൽ കടലിയോ. ഏതായാലും മോഡിക്ക് ഇസ്രായേലിനെ പിടിച്ച് ഇവിടെ കടലിന് വെള്ളം കയറ്റാനും പറ്റില്ലല്ലോ. അത് സംഭവിച്ചു. പക്ഷേ ആളുകൾ വോട്ട് ചെയ്തില്ല. നെയ്യാറ്റിൻകരയിൽ വിചാരിച്ച BJP വോട്ട് പോലും കിട്ടിയില്ലെന്ന് തോന്നുന്നു. അതാണ് പ്രശ്നം പറ്റിയത്. തിരുവനന്തപുരത്ത് 2ാമത് പോയി. അതുപോട്ടെ, നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പോൾ രാജീവിന് സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല രാജീവിനോട് ഈ മണ്ഡലം പിടിക്കാൻ വേണ്ടി രാജീവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ രാജീവിന് കുറച്ചുകൂടി എളുപ്പമാകും. പിന്നെ ശശി തരൂർ വേറെ കാലത്തിൽ ഇരിക്കേണ്ടി വരും. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പരെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞത് ഇലക്ഷൻ്റെ മുമ്പ് തന്നെ. സുരേഷ് ഗോപി പറഞ്ഞതിന് വളരെ സ്ട്രേറ്റ് ഫോർവേഡായ മനുഷ്യനാണല്ലോ. ഇപ്പം തോറ്റാൽ പോലും മന്ത്രിസഭയിൽ എടുക്കുമെന്നാണ് മോഡി പറഞ്ഞിരിക്കുന്നത്. റെഡി ആയിക്കോളം പറഞ്ഞു. അപ്പോൾ മോഡി അന്ന് പറഞ്ഞത്, അല്ല സുരേഷ് ഗോപി അന്ന് പറഞ്ഞ സിനിമകളുണ്ട്, കൊച്ചിനെ കൂടി കല്യാണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2.5 വർഷം ടൈം തരണം എന്ന് പറഞ്ഞിരുന്നു അന്നേ. അപ്പോൾ ഈ സമയം ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ BJPക്ക് ചെറിയ ക്ഷീണം പറ്റില്ലല്ലോ. സൗത്ത് ഇന്ത്യ അണ്ണാമലൈ വരുമെന്ന് വിചാരിച്ചു. അണ്ണാമലൈ വന്നുമില്ല. അണ്ണാമലൈ ഉപ്പായൊക്കെ തയ്ച്ചിരിക്കുകയായിരുന്നു. അണ്ണാമലയ്ക്ക് പിന്നെ സിനിമയൊന്നും ഇല്ലല്ലോ, APS രാജിവെച്ചല്ലോ. അപ്പം അവിടെ ഭയങ്കര ക്ഷീണമായിപ്പോയി. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകളെ, പിന്നെ ആന്ധ്രയിലും സുരേഷ് ഗോപി ഭയങ്കര ഫാൻ ഫേസാണ്. ഇവിടെ പൊട്ടിപ്പോ കർമ്മ എന്നുള്ള സിനിമയ്ക്ക് അവിടെ ഭയങ്കര ഹിറ്റാണ്. അവിടെ നമ്മുടെ ഈ ബാലയ്യന്റെ വേറൊരു ഫോമാണ്. ബാലയ്യ പക്ഷേ നെഗറ്റീവ് ഒരുപാട്, സുരേഷ് ഗോപി നെഗറ്റീവ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സ്റ്റേറ്റുകൾ പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു എഫക്റ്റീവ്, ഭാഷ അറിയാന്നുള്ളത് വളരെ നന്നായി. ഹിന്ദി ഇംഗ്ലീഷും എല്ലാം അറിയുന്ന ഒരാൾ എന്ന രീതിയിൽ സുരേഷ് ഗോപിന് വലിയ പ്രഷർ ഉണ്ടാവും. മോഡി ഒരുപാട് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ മോഡിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ആളുകൾ ഈ മന്ത്രിസ്ഥാനത്തിന് കൂടി അങ്ങോട്ട് പോകും. ഇങ്ങേര് കൊടുത്താലും വേണ്ടെന്നു രാജ്യസഭയിലായിരുന്ന സമയത്ത് പലവണ കൊടുത്ത് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ വന്ന് എനിക്ക് ജനങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടാൻ മതി തോന്നുന്നു. ഇതാണ് സുരേഷ് ഗോപി. അപ്പം അങ്ങനെയുള്ള ഒരാളോട് മലയാളിക്ക് മാത്രമല്ലേ പുച്ഛമുള്ളൂ. മലയാളിക്ക് പുച്ഛമൊന്നുമില്ല. ഇവിടെ ഒരു സെക്ഷന് മുസ്ലിംസ് മൗദൂദികൾക്ക്, ക്രിസ്ത്യാനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആളുകൾ പറഞ്ഞ് ഇളക്കുന്നതിൻ്റെ പ്രശ്നമാണ്. പിന്നെ വെള്ളാപ്പള്ളി ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇലക്ഷൻ അത് പിന്നെ എഫക്ട് ചെയ്തിട്ടില്ല. ആ മൗദൂദികൾക്കാണ്. മൗദൂദി ഭയങ്കര രസമാണ്. അവരുടെ ചാനലിൽ ഇന്ന് ചർച്ചയായിരുന്നു. എന്ന് വെച്ചാൽ തൃശ്ശൂർ ആര് കൊണ്ടുപോകും, മുരളിയോ മറ്റെന്തെങ്കിലും സുനിലോ. അപ്പുറത്ത് വേണം ബിനോയ് വിശ്വത്തിന്റെ ഒരു ഫോട്ടോ, പിന്നെ സുധാകരന്റെ ഒരു ഫോട്ടോ. സുരേഷ് ഗോപി ചിത്രത്തിലല്ലേ. അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു. ഇപ്പം എന്താ ചർച്ച അറിയോ? അത് സുരേഷ് ഗോപി സിനിമാ താരത്തിന്റെ വിജയമാണ്. അതിനൊക്കെ ചെയ്യാൻ പണിയില്ലേ. ഇനി ഈ വിജയം ആവർത്തിക്കില്ല. പിന്നെ വേറെ ചില ആളുകൾ കൂടി നിന്നിട്ട് ഈ വിജയത്തിന്റെ പിന്നിൽ ഉള്ള ഘടകങ്ങൾ, വിജയിച്ചു എന്നുള്ള ഇപ്പോഴാണ് അംഗീകരിക്കുന്നത്. ഇപ്പോഴെങ്കിലും സുരേഷ് ഗോപിയുടെ ഫോട്ടോ കൊടുക്കാൻ തോന്നിയല്ലോ. ഇവന്മാർ വിചാരിച്ചു സുരേഷ് ഗോപി തോറ്റു പോകുന്നു. എനിക്കിതൊക്കെ കേട്ട് അത്യത്തിന് ഞാനങ്ങനെ ആർക്കും വേണ്ടി കണ്ണടച്ച് വാദിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. സുരേഷ് ഗോപിക്ക് വേണ്ടി അങ്ങനെ വാദിക്കാൻ, പഠിക്കാനും അതിനുശേഷം വാദിക്കാനും. കാരണം ഇവന്മാരിങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ നന്മ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കോർണർ ചെയ്യാവൂ? ഒരു മര്യാദയില്ലേ? ബൈജു മറ്റേ സിനിമ ചോദിച്ചിട്ടുണ്ടായിരിക്കും. മര്യാദയില്ലേ? നമ്മളെ ആളുകളൊക്കെ തന്നെ, മൗദൂദികൾ നമ്മളെ ആളെന്ന് തന്നെ, മുസ്ലിംസാണ്. പക്ഷേ ഒരു മര്യാദയില്ലേ ഇതിനൊക്കെ? അപ്പം സുരേഷ് ഗോപി പിന്നെ അങ്ങനെ വേണ്ടാന്നൊക്കെ പറഞ്ഞാണെങ്കിലും ഈ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു മോഡി നിർബന്ധിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായ വലിയ അടുപ്പം മോഡിയായിട്ടുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം നിർബന്ധിക്കുമ്പോൾ വേണ്ടാന്ന് വെക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം 5 സിനിമ കമ്മിറ്റഡ് ഉണ്ട്. ഒരു സിനിമയ്ക്ക് 10 കോടിയാണ് മേടിക്കുന്നത്. ഈ 10 കോടി 5 കോടി ഇതിന് പോകും, അത് ചാരിറ്റിക്ക് പോകേണ്ടത്. അപ്പോൾ ഈ സിനിമ വന്ന് ഞാൻ കേട്ടിടത്തോളം മൂപ്പര് മറ്റേ ഇതാണ് നഗരാസൂത്രണമാണ് എനിക്ക് താല്പര്യം ചോദിച്ചല്ല, താല്പര്യം ഇങ്ങനെ വന്നില്ല. 10 വകുപ്പുകളെങ്കിലും കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട ഏതാ വകുപ്പായിരിക്കും. സമഗ്രമായിട്ട് നഗരങ്ങളിലും മറ്റും മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന കുടിവെള്ളം, റോഡ്, പാലങ്ങൾ, ഗതാഗതം,
ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപെടാൻ പറ്റുന്ന വകുപ്പാണ് മൂപ്പർക്ക് വേണ്ടത്. ഉം, ഉം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്ന ഗ്രാമ വകുപ്പുകളൊന്നുമല്ല. സത്യത്തിൽ ഗ്രാമ വകുപ്പായ ആഭ്യന്തരവും അത് സുരേഷ് ഗോപി നഗരാസൂത്രണ വകുപ്പ് മന്ത്രി ആവുമോ വന്നത്? അതിനാണ് സാധ്യത. മൂപ്പർക്ക് അതാണ് താല്പര്യം. അത് വലിയ ഡിമാൻഡും ഇല്ലല്ലോ. കാരണം ആളുകളൊക്കെ ഗ്ലാമറിന്റെ പിന്നാലെ പോകും. ആഭ്യന്തരം, ധനകാര്യം, ആഭ്യന്തര റെയിൽവേ. റെയിൽവേ ഇതൊന്നും സത്യത്തിൽ മന്ത്രിമാർ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ചെയ്തോളൂ. പ്രതിരോധമൊക്കെ മുഖ്യ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് നേരിട്ടാണ് ചെയ്യുക. സത്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ വകുപ്പ് സുരേഷ് ഗോപി ഞാനും പണി പഠിപ്പിക്കണ്ടല്ലോ. അച്ഛൻ പണ്ട് സിനിമയിൽ പോകണ്ട, അതിന്റെ വാശിയടിച്ച് സിനിമയിൽ വരിക, അവിടെ സൂപ്പർ സ്റ്റാർ ദേശീയ അവാർഡിന് ഇടും, പിന്നെ രാഷ്ട്രീയത്തിൽ വരിക. അങ്ങനെ ജീവിതത്തിൽ ബോധ്യമുണ്ട്. അത് വരെ ജയിച്ചിട്ടേ ഉള്ളൂ മോഡിനെ കൊണ്ട് വന്നിട്ട്. അപ്പം മൂപ്പര് അങ്ങനെ പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോഡിക്ക് അത് ഇഷ്ടമായിരിക്കും അങ്ങനെ ഒരു വകുപ്പ് ഡെലിവർ ചെയ്യുന്നൊരു. അപ്പം ഇവർ രണ്ടുപേരും മന്ത്രിമാരെ അത്ഭുതപ്പെടണ്ട. ഈ ഇവർ മന്ത്രിയായപ്പോൾ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി മന്ത്രിയാകുമ്പോൾ കേരളത്തിനൊരു പ്രതീക്ഷ കാണുമല്ലോ, അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യും, ഇതുവരെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ പണ്ട് നിങ്ങളെ പറഞ്ഞുണ്ട്, കുതിരയ്ക്ക് കൊമ്പ് കിട്ടിയതായിരിക്കും. കാരണം സുരേഷ് ഗോപി ഓൾറെഡി ഇതൊന്നും ഇല്ലാതെ തന്നെ എന്തൊക്കെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇനിയൊരു മന്ത്രി ഇപ്പൊ പലർക്കും ഇദ്ദേഹത്തെ പോലീസ് സല്യൂട്ട് ചെയ്യാൻ മടിയായിരുന്നു, ചില ആൾക്ക് സാറിന് വിളിക്കാൻ മടിയായിരുന്നു. ഇനി അങ്ങ് പറഞ്ഞിട്ടല്ലോ, കണ്ട അവനെയൊക്കെ ഇദ്ദേഹത്തെ വിളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇനി വാങ്ങി കിട്ടല്ലോ. അപ്പൊ ഇനി പല സ്ഥലത്തും സുരേഷ് ഗോപി ഇടപെടും. അതിനുള്ള ഗഡ്സ് അല്ലെങ്കിൽ സുരേഷ് ഗോപി രാജിച്ചു പോകുന്നു. സുരേഷ് ഗോപിനെ പറ്റി അന്വേഷണം മനസ്സിലാവും. അയാൾക്ക് പറ്റിയാലും അയാൾ ഒഴിവാക്കി പോകും. അയാൾക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അയാൾ വെറുതെ തെലുങ്ക് സിനിമയിൽ പോയി സാധാരണയായിട്ട് അഭിനയിച്ച പോലെ അയാൾ കത്തോടി ഇട്ടു. നായകനാകാനായിക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് അവിടെ. ഇവിടെ അതുമല്ല, ഇവിടെ ഇപ്പൊ 10 കോടിയാണ് ഇപ്പൊ. ഒറ്റ കൊമന്റൊക്കെ ഷൂട്ടിംഗ് ഇപ്പൊ നടന്നു. അതൊക്കെ എന്താവും ഇനി പാരിക്കറിയാം. അതായത് മൂപ്പരൊക്കെ ചെയ്യും. മോഡിനോട് പറയാനുണ്ടാവും. കാരണം ബാക്കി എല്ലാവരും മോഡി രാവിലെ 6 മണിക്ക് മോഡി ഓഫീസിൽ എത്തുള്ളൂ. എല്ലാവരും വിളിച്ച് അങ്ങോട്ട് വരുത്തിക്കുകയും ടാസ്ക് മാനാണ് മോഡി. തൽക്കാലം സുരേഷ് ഗോപിക്ക് ഒരു വർഷം ഒരു ഇളവ് അതിൽ കൊടുക്കാൻ മതി. ഇവിടെ കുറെ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് അത് പിന്നെ രാജീവ് മന്ത്രിയെ അത്ഭുതപ്പെടുകയും വേണ്ട. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, അഭ്യൂഹം. ഒരു അതിന് കൃത്യതയില്ല, വരുന്നുണ്ട്. ഇറ്റ്സ് പോസിബിൾ. മോഡിയെ സംബന്ധിച്ച് ഇറ്റ്സ് പോസിബിൾ. മോഡിക്ക് ഇതിൽ എന്താണ് ഭൂരിപക്ഷം ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ട. ഇതിലും കുറഞ്ഞ ഭൂരിപക്ഷത്തില് ഇതിലും ലിബറലായ വാജ്പേയി ഇതിലും നന്നായി ഭരിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ശക്തനായ മോഡി, അതും സിസ്റ്റം മൊത്തം മോഡിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയം, ഇത്രയും ശക്തനായ മോഡി, ഇത്രയും ഉയർന്ന പിന്നെ സീറ്റുകൾ ഉണ്ടായിട്ട് ആ 2 പാർട്ടികളെ ഹാൻഡിൽ ചെയ്താൽ മതി. അതിൽ ഒരുത്തന്നെ അഴിമതി മൊത്തം കുളിച്ചു കിടക്കുകയാണ്. എപ്പം ഒരു ചവിട്ട് കൊടുത്തൊക്കെ അവിടെ കിടക്കും. പിന്നെ മറ്റേത് ആണ് കുറച്ച് വർഷം അങ്ങനെ രാഷ്ട്രപതിയാക്കി ഉണ്ടാവും. അതോടുകൂടി ആ പ്രശ്നം തീരും. ആരെയാണ്? നിതീഷിന് രാഷ്ട്രപതിയാകും. അതിനാ സാധ്യത. നിതീഷിന് ബീഹാറിലെ കുറച്ച് ഫണ്ടും കൊടുത്തു. അതായത് വേണ്ട, ബീഹാറിന്റെ വികസനമാണ്. 2 രാഷ്ട്രപതിയൊക്കെ അത് കഴിഞ്ഞ് രാഷ്ട്രപതിയാക്കി തീർന്നില്ലേ? പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹം, അതില്ലെങ്കിൽ രാഷ്ട്രപതി ആകുമല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപതി വരുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒക്കെ നമ്മൾ പഠിക്കല്ലോ. നിതീഷ് കുമാർ രാഷ്ട്രപതി സാധ്യതയുണ്ടോ? അതെ, അതാണ്. അപ്പൊ നിതീഷ് കുമാർ തന്നെ രാഷ്ട്രപതിയാകും. അത്തരം ഡീലുകളൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ട്. ഡീൽ മീൻസ് അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടോ? നിതീഷ് കുമാറിനെ കോൺഗ്രസ്സുകാർ സമീപിച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമന്ത്രി ആയാലും ഒരു രക്ഷ ഉണ്ടാവില്ല. ഈ സമ്മർദ്ദവും പ്രശ്നങ്ങളും 10-50 പറയുന്ന പോലുള്ള ഭരണവും പിന്നെ ശരത് പവാറിന്റെ അഴിമതി എല്ലാം ഇയാളുള്ള ഇമേജും കൂടി പോയി കിട്ടും. ചിലപ്പോൾ അവസാനം അത് ജയിലും അടുത്ത് പിന്നെ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി ആയി ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വരും. യോഗി വേറെ ടൈപ്പാണ്. മോഡിന് അത്ര പോലും സംസാരവും ഇല്ല, പ്രവൃത്തി ഇടപെടുവാണ്. അപ്പൊ അത് അങ്ങനെ കഥ. ഇതാണ് രാഷ്ട്രപതിയാണ്, നല്ല സുഖമാണല്ലോ. ഗുജറാത്തിന് ആവശ്യം, ബീഹാറിന് ആവശ്യമുള്ള ഫണ്ടൊക്കെ കിട്ടും. അപ്പം അവിടെ ഭയങ്കര എല്ലാ കാലത്തും ഏറ്റവും മികച്ച ജനനായകൻ, വികസന നായകൻ എന്നുള്ള പേര് മരിച്ചാലും കിടക്കും. അത് കഴിഞ്ഞ് രാഷ്ട്രപതി 5 വർഷം വെറുതെ രാഷ്ട്രപതി 100 പോകുമ്പോഴല്ലേ വെറുതെ ചുറ്റി ഇറങ്ങിയാണ് അതൊക്കെ കണ്ട് ജീവിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പിള്ളേരൊക്കെ ഇതിൽ പഠിക്കും. അതിന് ഇന്ത്യയുടെ രാഷ്ട്രശില്പികൾ വേറൊരാളായി മൂപ്പരുമാവും. അങ്ങനെ മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും. ചന്ദ്രബാബു നായിഡു മോഡിന് മുന്നേ അധികം ഒന്നും വെക്കുക പ്രായക്കായില്ലേ, വല്ല അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ. അതെ. അങ്ങനെയാണ്. അപ്പം എന്തായാലും അത്തരം പ്രതീക്ഷകൾ. പുതിയ മന്ത്രി വരുന്നു. BJPക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു MP കേരളത്തിലുണ്ടാകുന്നു. അദ്ദേഹം യാതൊരു കുഴപ്പമില്ലാതെ. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരുമ്പേ സുരേഷ് ഗോപിയുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം നിയമിക്കാൻ സാധ്യതയുള്ളൂ. സുരേഷ് ഗോപി കുറച്ചുകൂടെ സംസ്ഥാന BJPയിൽ ശക്തനായി മാറുന്നതല്ല, മാറി. ഇനി പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ് സെക്രട്ടറി വരുമ്പോൾ സുരേഷ് ഗോപി എന്താ വന്നത് എല്ലാം കൂടി ആകുമ്പോൾ മൂപ്പർക്ക് ബുദ്ധിമുട്ടായിരിക്കും. മൂപ്പര് നിൽക്കാൻ സാധ്യത, നിൽക്കണ മൂപ്പര് തന്നെ ആയിരിക്കും. പക്ഷെ നിൽക്കാൻ സാധ്യതയല്ല. സ്റ്റേറ്റ് സെക്രട്ടറി ഞാൻ കുറച്ചും കൂടി ഒരു മേവക്കം കൂടി വേണം. മൂപ്പർക്ക് കുറച്ചും കൂടി ഒരു അറിയാലോ, മൂപ്പര് സിനിമാറ്റിക് സാധനം അത് മാറണം സ്റ്റേറ്റ് സെക്രട്ടറി ആകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് മൂപ്പർക്ക് താല്പര്യമുള്ള ആളായിരിക്കും സ്റ്റേറ്റ് സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്. എനിക്ക് ശോഭയ്ക്ക് നല്ല സാധ്യത തോന്നുന്നു. സുരേഷ് ഗോപിക്ക് ശോഭനെ പറ്റിയല്ല. സുരേഷ് ഗോപിന് വേറെ ലേഡി സുരേഷ് ഗോപിയാണ് ശോഭ.